കൃഷിയുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിന് ഈ കീടനാശിനി ഉപയോഗിച്ചാൽ വളരെ ചെറിയ കൃമികളുള്ളവർക്ക് വലിയ പട്ടി എന്നുള്ളത് സാർ പറഞ്ഞിട്ടുണ്ട്. ഈ കോശം രാസാഗ്നി പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു പ്രശ്നം സാർ, ഈ കീടനാശിനി ഉപയോഗിച്ചാൽ മാരക രോഗം വരുന്നതിൽ ഭയങ്കര പ്രധാനം. അപ്പം അത് ഇപ്പം പ്രത്യേകിച്ച് ഞാനോ എൻ്റെ BMPC പ്രസിഡന്റ് ഒരു ഏരിയയിൽ 10-30 ഏക്കർ കൃഷി ചെയ്യുന്ന സ്ഥലത്തെ സാധനം മുഴുവൻ അത് കീടനാശിനി ഉപയോഗിക്കുന്ന ക്യാൻസർ വരുന്നു. അതിന് അടിസ്ഥാനമില്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ അതും ഒന്നും ഇങ്ങനെയുള്ള കൃഷിയെ ഇല്ലാത്ത രീതിയിൽ കുറേ ഭാഗത്ത് പോയി ഈ കീടനാശിനി ഉപയോഗിച്ചാൽ ഇങ്ങനെ മാരക രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പം അത്തരം ഈ പിന്നെ മദ്യപാനം, ഹാനികൾ എന്നൊക്കെ പറയും പോലെ ചിലപ്പോൾ അതും കൂടെ ഒന്ന് എത്തിച്ചേർത്ത് നല്ലതായിരിക്കും പോകുന്നത്. അപ്പൊ അതൊക്കെ കാണിക്കുന്നത് നമ്മളെ കീമോഫോബിയ, രാസഭീതിന്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. അത്ര പോലും രാസവസ്തുക്കളെ കുറിച്ചുള്ള ഭീതി സമൂഹത്തിലുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും അവിടെ പറയുന്ന ഒരു കാര്യം ജാഗ്രത വേണം, ഭയം വേണ്ട, ജാഗ്രത വേണം എന്നുള്ളതാണ്. കീടനാശിനികൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊരുപാട് വളരെ സങ്കീർണമായിട്ടുള്ളൊരു വിഷയമാണ്. നമുക്ക് ചർച്ച ചെയ്താൽ തീരുമില്ല. പക്ഷെ ഒരു കീടനാശിനിന്റെ മുകളിൽ, അതിന്റെ ഡബ്ബേന്റെ മുകളിൽ ചേർക്കേണ്ടതായിട്ടുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരവും ഈ ആക്ട് പ്രകാരവും ഉള്ള കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ കീപ് അവേ ഫ്രം ചിൽഡ്രൻ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഗ്ലൗസ് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ അത് തന്നെ മതിയാവും. മറ്റേത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഓരോരുത്തരും നിരന്തരമായിട്ട് ഇതുമാതിരിയുള്ള വസ്തുതകൾ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിയുമ്പോൾ കാലത്തിന് മാറ്റങ്ങൾ വരും. ഇപ്പൊ NSF തട്ടിപ്പാന്ന് വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുമാതിരി തന്നെ അത് കൂടുതൽ ശ്രമത്തിന് ചെയ്ത് വരും. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മുന്നാശിനികളുടെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധം സിദ്ധിക്കുക എന്നാണ്. ഇപ്പൊ 1-2 കെമിക്കല് വളരെ നല്ല ഫലം ഉണ്ടാക്കുന്നതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കൃഷിക്കാർ പിന്നെ അത് തന്നെയായിരിക്കും ഉപയോഗിക്കുക. തുടർച്ചയായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ കിടങ്ങൾക്ക് അല്ലെങ്കിൽ ഫംഗസിനൊക്കെ പ്രതിരോധം സിദ്ധിക്കുകയും അത് പിന്നെ ഫലപ്രദം അല്ലാണ്ടാവുകയും ചെയ്യും. അത് മനസ്സിലായി വരാൻ കാലം കുറച്ച് സമയം എടുക്കും. അപ്പോഴേക്ക് വലിയ തോതിലുള്ള കൃഷി നഷ്ടം ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ഇവിടെയൊക്കെ കുട്ടനാട്ടിലും പാലക്കാടിലൊക്കെ ഇപ്പോഴ് ഈ ആധുനികമായിട്ട് നമ്മൾ കരുതുന്ന പലതും 2010 മുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. അടിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത സ്ഥിതിയിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ക്ലോറാട്രാനിലിപ്രോളും ഫെയ്മും ഒന്നും അടിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ കുട്ടനാട് പാലക്കാട് രീതിയിൽ എല്ലാം പ്രതിരോധം വന്നുപോയി. അപ്പോൾ പ്രതിരോധം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ശാസ്ത്രജ്ഞന്മാര് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണ് IRAC, ഇൻസെക്ടിസൈഡ് റെസിസ്റ്റൻസ് ആക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. അതുമാതിരി ഫംഗസില് ഫംഗിസൈഡ് റെസിസ്റ്റൻസ് ആക്ഷൻ കമ്മിറ്റി, IRAC, FRAC. ഇതില് പിന്നെ ഓരോ മരുന്നിന്റെയും അത് ഏത് തലത്തിലാണ് പ്രവർത്തിക്കുന്നത്, കോശത്തിന്റെ ലെവലില്, പിന്നെ നെർവസ് സിസ്റ്റത്തിന്റെ ലെവൽ എവിടെയാണെന്നുള്ളതിന് അതും അതിനൊരു നമ്പർ ഉണ്ടാവും. 1A 1B എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് നമ്പറിങ് ഉണ്ട്. ആ നമ്പറിങ് നമ്മൾ ഈ പാത്രത്തിന്റെ ഡബ്ബേന്റെ മുകളിൽ ഇങ്ങനെയല്ലേ ഇപ്പൊ കൊടുക്കുന്നത്, അതിന്റെ കൂടെ ഒരു നമ്പറും കൂടെ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ തവണ 1A ആണോ ഉപയോഗിച്ചത് എങ്കിൽ ഇപ്രാവശ്യം 1A ഉപയോഗിക്കരുത്, വേറൊരു സാധനം വേണം ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർദ്ദേശിക്കാൻ കീടനാശിനി റീറ്റെയിലേഴ്സിന്, കൃഷി ഓഫീസർമാർക്ക് എല്ലാവർക്കും സാധിക്കും. ഇപ്പൊ അങ്ങനെ ഈ നിയമത്തിൽ അങ്ങനെയൊന്നും തന്നെ പറയുന്നില്ല. നമുക്ക് പക്ഷെ ഇത് നമുക്ക് സജഷൻ ആയിട്ട് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ കൃഷിക്കാരന്റെ ലെവലിൽ അത് വലിയ ഉപകാരമായിട്ട് വരും. ഒരേ ആൾക്ക് നോക്കിയാൽ മനസ്സിലാവല്ലോ, വേറെ നമ്പറൊന്നുമില്ല. 1A അല്ലെങ്കിൽ 2B എന്നൊക്കെ പറഞ്ഞിട്ട് 36 വരെയുള്ള നമ്പറും മറ്റേതിൽ 1 മുതൽ 13 വരെയും ഒക്കെയുള്ള നമ്പേഴ്സ്, ആ നമ്പേഴ്സ് കൊടുക്കണം എന്ന് നമുക്ക് ഒരു സജഷനായിട്ട് ഇതിൽ കൊടുക്കാവുന്നതാണ്. ഇത് നല്ലത് നമുക്ക് പറയാൻ പറ്റുന്ന സജഷനാണ്. രണ്ടാമത്തെ ചെയ്യാനുള്ളത് അത് എങ്ങനെയാണ് നിങ്ങൾ വേർഡ് ചെയ്ത് നോക്കിയിട്ട് അത് നമ്മളൊരു ഇതൊന്ന് സൈഡും ഗ്രേഡ് ചെയ്യണം. അതായത് നമ്മളൊരു പ്രത്യേകിച്ച് ഹാർഡി ആണെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി കുറയും. അപ്പൊ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. മരമാണെങ്കിൽ വ്യത്യാസമുണ്ട്. വിഷാംശം നമ്മൾ ഒരേ പിന്നെ